എനിക്ക് ഗംഗയുടെ അടുത്ത് തന്നെ പോയാൽ മതി. അതെ, ഗംഗ ഭാഗ്യശാലി. ഹായ്, എൻ്റെ ഉത്തരാഖണ്ഡ് യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ യോഗയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. ഹരിദ്വാർ ക്ഷേത്രങ്ങളുടെ നഗരമാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളും പലതരത്തിലുള്ള ആശ്രമങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് ഹരിദ്വാർ. ഇവിടെ എല്ലായിടത്തും തന്നെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള സ്ഥലവും ഭക്ഷണവുമൊക്കെ സൗജന്യമായിട്ടാണ് നൽകുന്നത്. ചരിത്രപരമായി മായാപുരി അല്ലെങ്കിൽ ഗംഗാദ്വാര എന്നറിയപ്പെട്ടിരുന്ന ഹരിദ്വാർ കാലക്രമേണ വിവിധ രാജവംശങ്ങളുടെ ഭരണത്തിലൂടെ കടന്നുപോയ ഒരു പ്രദേശമാണ്. പുരാതന കാലത്ത് മഹാഭാരത കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുരു രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇത് പിന്നീട് മൗര്യന്മാരുടെയും കുശന്മാരുടെയും ഗുപ്തരുടെയും ഡൽഹി സുൽത്താനേറ്റിന്റെയും പിന്നീട് മുഗൾ സാമ്രാജ്യത്തിന്റെയും ഭരണത്തിന് കീഴിലായി. 19-ാം നൂറ്റാണ്ടിൽ ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. ഹരിദ്വാരിൽ നിന്നും 28 കിലോമീറ്റർ മാത്രം അകലെയാണ് ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഋഷിമാരും സന്യാസിമാരും ഉയർന്ന അറിവ് തേടി ധ്യാനിക്കാനായി തിരഞ്ഞെടുക്കുന്ന ഈ പട്ടണം ഹിന്ദുക്കളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇവിടെ ഗംഗാനദിയുടെ തീരത്ത് നിരവധി ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ഗഡ്വാൾ ഹിമാലയത്തിലേക്കുള്ള കവാടമെന്നും ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നും ഇത് അറിയപ്പെടുന്നു. 1999 മുതൽ എല്ലാ മാർച്ച് മാസത്തിന്റെയും ആദ്യ ആഴ്ചയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് ഈ നഗരം ആതിഥേയത്വം വഹിക്കുന്നു. ഋഷികേശ് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം ലഭിക്കുന്ന മദ്യമില്ലാത്ത ഒരു നഗരമാണ്. ഛോട്ടാ ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളായ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ 4 സ്ഥലങ്ങളിലേക്കുള്ള യാത്രയുടെ ആരംഭ പോയിന്റ് കൂടിയാണ് ഋഷികേശ്. ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്നർത്ഥം വരുന്ന ഋഷിക, ഈശ എന്നീ പദങ്ങൾ ചേർന്ന് വിഷ്ണുവിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പേരാണ് ഋഷികേശ്. തപസ്സിന്റെ ഫലമായി റൈഫ്യ ഋഷിക്ക് ഋഷികേശനായി വിഷ്ണു പ്രത്യക്ഷപ്പെട്ടതിനെ ഈ പേര് അനുസ്മരിപ്പിക്കുന്നു. സ്കന്ദപുരാണത്തിൽ വിഷ്ണു ഒരു മാവിന്റെ ചുവട്ടിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ ഈ പ്രദേശം കുബ്ജാമ്രക എന്നും അറിയപ്പെടുന്നു. ഋഷികേശിലെ ഒരു കാലത്ത് വലിയ തിരക്കുണ്ടായിരുന്നതും പിന്നീട് അധികം ആളുകൾ സന്ദർശിക്കാത്തതുമായ ഒരു സ്ഥലമാണ് ബീറ്റിൽസ് ആശ്രമം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ചൗരാസി കുട്ടിയ ആശ്രമം. ചൗരാസി കുട്ടിയ എന്നാൽ 84 കുടിലുകൾ എന്നാണ് അർത്ഥം. 1960കളിലും 1970കളിലും ഇന്റർനാഷണൽ അക്കാഡമി ഓഫ് മെഡിറ്റേഷൻ എന്ന നിലയിൽ അതീന്ദ്രിയ മെഡിറ്റേഷൻ ടെക്നിക് അവതരിപ്പിച്ച മഹർഷി മഹേഷ് യോഗിയുടെ വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന കേന്ദ്രമായിരുന്നു ഇത്. ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ കാട്ടാനകളും കടവുകളുമൊക്കെ ധാരാളമുള്ള ഏകദേശം 1100 സ്ക്വയർ കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന രാജാജി ടൈഗർ റിസർവിന്റെ ഉള്ളിൽ ഗംഗാനദിയുടെ കിഴക്കൻ തീരത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1963 ലോകത്തിലെ ഏറ്റവും ധനികയായ പെൺകുട്ടി എന്നറിയപ്പെട്ടിരുന്ന അമേരിക്കൻ വനിത ഡോറിസ് ഡ്യൂക്ക് നൽകിയ $1 ലക്ഷം സമ്മാനത്തുക ഉപയോഗിച്ചാണ് ഈ ആശ്രമം ആരംഭിച്ചത്. യോഗാഭ്യാസത്തിന്റെ ജന്മസ്ഥലം എന്ന നിലയിൽ ഋഷികേശ് പണ്ടുമുതലേ ഒരു പ്രശസ്തമായ സഞ്ചാര കേന്ദ്രമായിരുന്നെങ്കിലും 1968 ഡൊനോവൻ, മിയ ഫാരോ, മൈക്ക് ലവ് തുടങ്ങിയ സെലിബ്രിറ്റികൾക്കൊപ്പം മഹർഷി മഹേഷ് യോഗിയുടെ അതീന്ദ്രിയ ധ്യാനത്തിൽ ആകൃഷ്ടരായി ബീറ്റിൽസ് അവിടെ ധ്യാനം പഠിച്ചപ്പോൾ ആശ്രമം അന്താരാഷ്ട്ര ശ്രദ്ധ നേടി. ബീറ്റിൽസ് ബാൻഡ് ഏറ്റവും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആശ്രമത്തിൽ താമസിച്ചിരുന്ന സമയത്ത് ബീറ്റിൽസ് നിരവധി ഗാനങ്ങൾ രചിച്ചു. അവയിൽ പലതും ബാൻഡിന്റെ വൈറ്റ് ആൽബം എന്നറിയപ്പെടുന്ന ഇരട്ട ആൽബത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സമാനമായ അനുഭവങ്ങൾ തേടി പിന്നീട് അനേകം പാശ്ചാത്യ ആരാധകരെത്തി. അങ്ങനെ ആരംഭിച്ച പുതിയ യോഗ ധ്യാന കേന്ദ്രങ്ങൾ ഋഷികേശിന്റെ ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്ന വിളിപ്പേര് ഉയർത്തി. ലിവർപൂൾ ആസ്ഥാനമാക്കിയിട്ട് 4 ചെറുപ്പക്കാര്, റിംഗോ സ്റ്റാർ, ജോൺ ലെനൻ, ജോർജ് ഹാരിസൺ, പോൾ മക്കാർട്ടിനി, ഈ 4 പേര് ആരംഭിച്ച സംഗീത ഗ്രൂപ്പാണ് ബീറ്റിൽസ്. ഈ ബീറ്റിൽസ് ലോകത്തെമ്പാടും നല്ല രീതിയിൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബീറ്റിൽസിന്റെ മാനേജർ അമിതമായിട്ടുള്ള ലഹരി ഉപയോഗം മൂലം മരിക്കുന്നത്. ഇത് ഇവരുടെ ഇടയിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. അവർക്ക് മാനസികമായിട്ട് അവരെന്ത് ചെയ്തു, അവരാകെ ബുദ്ധിമുട്ടായി.
ശാന്തത തേടി ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ അവരുടെ ഉപദേശം മഹേഷ് യോഗിയുടെ ഉപദേശം സ്വീകരിച്ച് ഇവിടെ 3 മാസത്തെ മെഡിറ്റേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ചേർന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 3 മാസത്തെ മെഡിറ്റേഷൻ കോഴ്സ് പിന്നെ പൂർത്തിയാക്കാതെ മഹേഷ് യോഗിയായിട്ട് പിണങ്ങിയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തത്. 1970-കളിലൊക്കെ മഹേഷ് യോഗി ഇത് പിന്നെ ഒഴിവാക്കി പോയി. പിന്നെ ഇതൊക്കെ ഒരുപാട് കാലം ഈ കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നീട് ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ കുറെ ആളുകൾക്ക് ഇവിടെ വന്നു തുടങ്ങി. ബീറ്റിൽസിന്റെ പിന്നെ ഒരുപാട് അടയാളപ്പെടുത്തലുകൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പരിശീലന കേന്ദ്രം പാശ്ചാത്യ ശീലങ്ങൾക്കനുസരണമായി രൂപകൽപ്പന ചെയ്തതാണ്. കൂടാതെ ഈ ആശ്രമത്തെ ആഡംബരവും ജീർണിച്ചതും എന്ന് പലതരത്തിൽ വിശേഷിക്കപ്പെട്ടു. ബീറ്റിൽസിന് അനുവദിച്ച ബംഗ്ലാവുകളിൽ ഇലക്ട്രിക് ഹീറ്ററുകൾ, റണ്ണിംഗ് വാട്ടർ, ടോയ്ലറ്റുകൾ, ഇംഗ്ലീഷ് ശൈലിയിലുള്ള ഫർണിച്ചറുകൾ എന്നിവ സജ്ജീകരിച്ചിരുന്നു. നിരവധി കൽക്കുടിലുകൾക്ക് പുറമെ പുരി എന്നറിയപ്പെടുന്ന താമസ ബ്ലോക്കുകളും ഉണ്ടായിരുന്നു. ഓരോന്നിനും 6 സ്വയം ഉൾക്കൊള്ളുന്ന മുറികൾ ഉണ്ടായിരുന്നു. 1970-കളിൽ മഹർഷി ആശ്രമം ഉപയോഗിക്കുന്നത് നിർത്തി. 14 ഏക്കറിൽ പരന്നു കിടക്കുന്ന സംസ്ഥാന വനം വകുപ്പിൽ നിന്ന് പാട്ടത്തിനെടുത്ത സ്ഥലം 1990-കളിൽ ഉപേക്ഷിക്കപ്പെടുകയും 2003-ൽ രാജാജി ടൈഗർ റിസർവിന്റെ ഭാഗമായി പ്രാദേശിക വനവൽക്കരണ വകുപ്പിലേക്ക് തിരികെ നൽകുകയും ചെയ്തു. അതിനുശേഷം ഇത് ബീറ്റിൽസ് ആരാധകരുടെ ഒരു ജനപ്രിയ സന്ദർശന സ്ഥലമായി മാറി. നശീകരണത്തിന്റെയും കാടിന്റെ കയ്യേറ്റത്തിന്റെയും ഫലമായി മുൻ ആശ്രമം പിന്നീട് ജീർണാവസ്ഥയിലായി മാറി. ആദായ നികുതി അധികാരികളുമായുള്ള തർക്കങ്ങൾ, പിരിമുറുക്കങ്ങൾ, അനുയായികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ എന്നിവയെ തുടർന്ന് മഹേഷ് യോഗി ഇന്ത്യ വിട്ടു. അദ്ദേഹം അതീന്ദ്രിയ ധ്യാനം പഠിപ്പിക്കുകയും ലോകമെമ്പാടും കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 2008 ഫെബ്രുവരി 5-ന് നെതർലൻഡ്സിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. ശൂന്യവും കാടും നിറഞ്ഞതാണെങ്കിലും 2015 ഡിസംബറിൽ ഈ പ്രദേശം ഔദ്യോഗികമായി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇതിപ്പോൾ ബീറ്റിൽസ് ആശ്രമം എന്നറിയപ്പെടുന്നു. ഋഷികേശിലെ ഗംഗയ്ക്ക് കുറുകെയുള്ള 3 പ്രധാന തൂക്കുപാലങ്ങൾ പുതുതായി നിർമ്മിച്ച ജാനകി ജൂല, പഴയ രാംജൂല, ലക്ഷ്മൺ ജൂല എന്നിവയാണ്. ബീറ്റിൽസ് ആശ്രമത്തിനടുത്താണ് ജാനകി ജൂല സ്ഥിതി ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ പാലം കടന്നു വേണം ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗംഗാതീരത്ത് എത്താൻ. ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പാലങ്ങൾക്ക് മതപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട്. ജാനകി ജൂല അല്ലെങ്കിൽ സീതാ ജൂല 3 വരികളുള്ള 274 മീറ്റർ നീളമുള്ള ഒരു തൂക്കുപാലമാണ്. ജാനകി എന്നറിയപ്പെടുന്ന സീതാദേവിയുടെ പേരിലാണ് ഈ പാലം അറിയപ്പെടുന്നത്. ഇത് സംസ്ഥാനത്തെ തെഹ്രി, പൗരി ജില്ലകളുടെ അതിർത്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിന്റെ പ്രവൃത്തി 2013 മാർച്ചിൽ ആരംഭിച്ചെങ്കിലും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2020 നവംബർ 20-ന് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഏകദേശം 50 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഇതിന് 3 പാതകളുണ്ട്. നടുവിലുള്ള പാത കാൽനടയാത്രക്കാർക്കുള്ളതും ഇരുവശങ്ങളിലെ പാതകൾ ഇരുചക്ര വാഹനങ്ങൾക്ക് ഉള്ളതുമാണ്. ഒരേ സമയം വിസ്മയിപ്പിക്കുന്നതും അതിശക്തവുമായ അലറുന്ന ശബ്ദത്തോടെ ഒഴുകുന്ന വലിയ നദിയുടെ മുകളിലൂടെയുള്ള നടത്തം ഒരു പുതിയ അനുഭവമാണ് തരുന്നത്. എല്ലാ വർഷവും നടക്കുന്ന കൻവാഡ് തീർത്ഥാടക യാത്രയിൽ രാംജൂലയും ലക്ഷ്മൺ ജൂലയും ഭക്തരെ കൊണ്ട് നിറഞ്ഞ് തിരക്കനുഭവിക്കാറുണ്ട്. ശിവഭക്തർ ഈ കാൽനട പാലങ്ങളിലൂടെ ഗംഗ മുറിച്ചു കടന്നാണ് പർവ്വതക്ഷേത്രമായ നീലകണ്ഠ മഹാദേവിലേക്കുള്ള ട്രെക്കിംഗ് നടത്താറുള്ളത്. ഈ ക്ഷേത്രത്തിലേക്കുള്ള ട്രെക്ക് റൂട്ടിൽ എത്തിച്ചേരാൻ ബദൽ മാർഗം നൽകിക്കൊണ്ട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയാണ് പുതിയ പാലം ലക്ഷ്യമിടുന്നത്. 32 വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ബാലകൃഷ്ണൻ ചേട്ടനായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഗൈഡ്. ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഇപ്പോൾ ഫുൾ ടൈം ഗൈഡായി പ്രവർത്തിക്കുന്ന തികഞ്ഞ ഒരു വിശ്വാസിയായ അദ്ദേഹം തന്റെ അവസാനം ഗംഗയിലായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഋഷികേശ് 3 ഡിസ്ട്രിക്ട് 300 ആശ്രമം 35 യോഗ ട്രെയിനിങ് സെന്റർ. ഇവിടുന്ന് നേരെ പോവുകയാണെങ്കിൽ 710 കിലോമീറ്റർ കൈലാസം ടിബറ്റാണ് ഉള്ളത്. ഉത്തരാഖണ്ഡത്തിൽ 4 ക്ഷേത്രങ്ങളുണ്ട്. യമുനോത്രി, ഗംഗോത്രി, കേദാർ, ബദരി. മെയ് മാസം തുറക്കും, ദീപാവലിയിൽ മൂടും. 6 മാസം മഞ്ഞിൽ മൂടിക്കിടക്കും അമ്പലം. എല്ലാ ആൾക്കാരും താഴെ ഇറങ്ങി വരും. മെയ് മാസത്തിൽ തുറക്കുമ്പോൾ സീസൺ സ്റ്റാർട്ട് ആവും. ഇപ്പം എല്ലാം തുറന്നിരിക്കുകയാണ്. ഗംഗ ഇവിടുന്ന് 300 കിലോമീറ്റർ മുകളിലാണ് ഉത്ഭവിക്കുന്നത്. ഗോമുഖ് കേട്ടില്ല, ഗോമുഖി എന്ന് പറഞ്ഞ മഞ്ഞിന്റെ മല അവിടുന്ന് ഉത്ഭവിക്കുന്നത്. എനിക്ക് ഗംഗയുടെ അടുത്ത് തന്നെ പോയാൽ മതി. അതെ, ഗംഗ
ഋഷികേശിലെ ഏറ്റവും വലിയ ആശ്രമമായ പരമാർത്ഥ് നികേതൻ ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ ഗംഗയുടെ പുണ്യതീരത്ത് കിടക്കുന്ന ഒരു യഥാർത്ഥ ആത്മീയ സങ്കേതമാണ്. 1000-ലധികം മുറികളുള്ള ഈ ആശ്രമം ഭൂമിയുടെ എല്ലാ കോണുകളിൽ നിന്നും വരുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകർക്ക് ശുദ്ധവും വിശുദ്ധവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. സ്വാമി ശുക്ദേവാനന്ദ്ജി മഹാരാജാണ് 1942 ഈ ആശ്രമം സ്ഥാപിച്ചത്. വർഗം, ലിംഗം, ദേശീയത, മതം, ജാതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും വേണ്ടി തുറന്നതാണ് പരമാർത്ഥ് നികേതൻ. യോഗ, ധ്യാനം, ആത്മീയ പ്രഭാഷണങ്ങൾ, വേദാന്ത പഠിപ്പിക്കലുകൾ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ് ഈ ആശ്രമം. ഋഷികേശിലെ പരമാർത്ഥ നികേതൻ ശാന്തവും ആത്മീയവുമായ ഒരു സ്ഥലമാണ്. പച്ചപ്പിന് നടുവിൽ ശാന്തിയും ഏകാന്തതയും പ്രദാനം ചെയ്യുന്ന ഒരു ആശ്രമമാണിത്. നദീതീരത്തെ പ്രഭാത ധ്യാന സെഷനുകളിലോ യോഗ ക്ലാസുകളിലോ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുന്നു. മന്ത്രോച്ചാരണത്തിന്റെ മൃദുവായ ശബ്ദവും സൂര്യോദയത്തിന്റെ കാഴ്ചയും നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷത്തിൽ ആത്മീയ നേതാക്കളുടെ പഠിപ്പിക്കലുകളും പ്രഭാഷണങ്ങളും സ്വയം കണ്ടെത്തലിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പാതയിലേക്ക് നയിക്കുകയും പ്രബുദ്ധമാക്കുകയും ചെയ്യുന്നു. ഈ കോമ്പൗണ്ടിലുള്ള ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരെ പ്രതിനിധീകരിക്കുന്ന 3 ആൽമരങ്ങൾ ധ്യാനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഇതിൽ മുഴുകിയിരിക്കുന്ന ആശ്രമവാസികൾക്ക് ഇടയിൽ കൂടി നടക്കുന്നത് തന്നെ നമുക്കൊരു ആത്മീയ ഊർജം നൽകുന്നു. ഗംഗാനദിയുടെ തീരത്തുള്ള 14 അടി ഉയരമുള്ള ശിവപ്രതിമയാണ് പരമാർത്ഥ് നികേതനിലെ ഒരു പ്രധാന ആകർഷണം. 2020 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ മുൻ പ്രതിമയുടെ പകരം സ്ഥാപിച്ചതാണിത്. ദിവസവും വൈകുന്നേരം നടക്കുന്ന ഗംഗാ ആരതിയാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു അനുഭവം. വിളക്കുകളുടെയും പ്രാർത്ഥനകളുടെയും സംഗീതത്തിന്റെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഗംഗാനദിയിൽ ധാരാളം ഭക്തർ ഒത്തുകൂടാറുണ്ട്. ആശ്രമത്തിൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് നടന്നാൽ രാംജൂല എന്ന തൂക്കുപാലത്തിലെത്താം. പോകുന്ന വഴിയുടെ 2 വശങ്ങളിലും വാടകയ്ക്ക് കൊടുക്കുന്ന ബൈക്കുകളും സുവനീറുകളും വസ്ത്രങ്ങളും വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. ഋഷികേശ് നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന രാംജൂല ഗംഗാനദിക്ക് കുറുകെയുള്ള ഒരു ഇരുമ്പ് തൂക്കുപാലമാണ്. നദിയുടെ ഇരു കരകളിലുമുള്ള ആശ്രമങ്ങളെയും ആത്മീയ കേന്ദ്രങ്ങളെയും ഈ പാലം ബന്ധിപ്പിക്കുന്നു. അതിമനോഹരമായ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഈ പാലത്തിന് 750 അടി നീളമുണ്ട്. ലക്ഷ്മൺ ജൂലയുമായി താരതമ്യം ചെയ്യുമ്പോൾ രാംജൂല താരതമ്യേന പുതിയതും നീളം കൂടിയതുമാണ്. രൂപകൽപ്പനയിൽ 2 പാലങ്ങളും ഒരുപോലെ ആണെങ്കിലും രാംജൂല അല്പം വലുതാണ്. ശിവാനന്ദാശ്രമത്തിന്റെ സഹായത്തോടെ 1986 സർക്കാർ പണികഴിപ്പിച്ച ഈ പാലം ശിവാനന്ദ പാലം എന്നും അറിയപ്പെടുന്നു. രാംജൂല ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അനുഗ്രഹങ്ങളും ആത്മീയ അനുഭവങ്ങളും തേടി ആയിരക്കണക്കിന് ഭക്തർ ഇത് സന്ദർശിക്കുന്നു. വനവാസ കാലത്ത് ശ്രീരാമൻ ഗംഗാനദി കടന്ന സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയാണ് ലക്ഷ്മൺ ജൂല സ്ഥിതി ചെയ്യുന്നത്. പുരാണ കഥകൾ അനുസരിച്ച് ലക്ഷ്മണൻ ഗംഗാനദി മുറിച്ചു കടന്നത് ഇപ്പോഴത്തെ പാലം നിർമ്മിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യമുണ്ടായിരുന്ന പാലം 1924 വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയതിനെ തുടർന്ന് 1929 അവിടെ ഒരു ഇരുമ്പ് പാലം നിർമ്മിച്ചിരുന്നു. സഞ്ചാരത്തിന് സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിച്ചതിനാൽ 2019 ജൂലൈയിൽ ഈ പാലം പൊതുജനങ്ങൾക്കായി അടച്ചു. ഋഷികേശിലെ ഗംഗാതീരത്തുള്ള ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഘാട്ടാണ് ത്രിവേണി ഘാട്ട്. ഭക്തർ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാനും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താനും ഘട്ട് സന്ദർശിക്കുന്നു. ഗംഗാ ആരതിക്കും ഈ ഘട്ട് പ്രസിദ്ധമാണ്. ഋഷികേശിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇന്ന് ഡെറാഡൂണിലേക്ക് പോവുകയാണ്. ഡെറാഡൂണിലെയും മുസോറിയിലെയും കാഴ്ചകൾ വരുന്ന എപ്പിസോഡുകളിൽ കാണാം.